ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഹോമിൽ ലൈഫ് ബൈ മാളു സംഭൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമന്റ്സിലൂടെ അറിയിക്കുക സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വലിച്ചു നീട്ടുന്നില്ല, എൻ്റെ കല്യാണ ആൽബം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു വീഡിയോയാണ് ഞാൻ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ട് കല്യാണ ആൽബത്തിന്റെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരിക്കണം, പക്ഷെ എനിക്ക് നടക്കുന്നില്ല, അത് സമയം കിട്ടുന്നില്ല. ഒന്നാമത്തെ കാര്യം, രണ്ടാമത്തെ കാര്യം എനിക്ക് അതിനുള്ളൊരു മൂഡ് കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായ സുഹൃത്തുക്കളെ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ചില ഓർമ്മകൾ കാലത്തിന് മായ്ക്കാൻ കഴിയില്ല. ചില നിമിഷങ്ങൾക്ക് ഒരിക്കലും പ്രായമാവുകയുമില്ല. ഇന്ന് വീണ്ടും ഈ ആൽബം തുറക്കുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസത്തിലേക്ക് എൻ്റെ മനസ്സിനെ തിരികെ കൊണ്ടുപോവുകയാണ്. ഓരോ താളുകൾ മറിക്കുമ്പോഴും ഓരോ കഥകൾ പറയുവാനുണ്ട്. കുടുംബങ്ങളുടെയും ബന്ധുക്കളുടെയും അനുഗ്രഹങ്ങൾക്കിടയിൽ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞ ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിച്ച ദിവസം 2013 സെപ്റ്റംബർ 1, ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ദിവസം. ഈ ആൽബം വെറും കുറച്ച് ഫോട്ടോകളുടെ ശേഖരങ്ങളല്ല, ഞങ്ങളുടെ പ്രണയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കുടുംബ ബന്ധങ്ങളുടെയും ഓർമ്മ പതിപ്പ് കൂടിയാണ്. ഓർമ്മകൾ ഒരിക്കലും പഴകില്ല, സ്നേഹം ഒരിക്കലും മങ്ങുകയുമില്ല. ജീവിതത്തിൻ്റെ ഓരോ അധ്യായത്തിനും തുടക്കം കുറിച്ച ആ മനോഹര ദിവസത്തിന് എന്നും ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഞാനിങ്ങനെ സാഹിത്യം വിളമ്പിപ്പോയാൽ ഓരോരുത്തരെയും പരിചയപ്പെടുത്തണ്ടേ? അപ്പോൾ ജീവിതത്തിൽ എത്ര മുന്നോട്ട് പോയാലും അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും കരുതലും തന്നെയാണ് ഇന്ന് എൻ്റെ ഏറ്റവും വലിയ ശക്തി. ഓരോ തീരുമാനത്തിലും ഓരോ നിമിഷത്തിലും അവരുടെ മുഖം മനസ്സിൽ തെളിയും. അവർ നൽകിയ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വിലയാണ് ഇന്ന് ഞാൻ നയിക്കുന്ന എൻ്റെ ഈ മനോഹരമായ ജീവിതം. പിന്നെ ഇതാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അച്ചാമ്മയും അമ്മാമ്മയും. ഇവരെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ചുണ്ടിലൊരു പുഞ്ചിരി വിരിയാതിരിക്കില്ല സുഹൃത്തുക്കളെ. പിന്നെ ഇത് ബിനുക്കുജനും ബിജുക്കുജനുമാണ്. അച്ഛൻ്റെ സഹോദരന്മാരാണ്. രണ്ടുപേരെ അന്ന് കല്യാണത്തിനുണ്ടായിരുന്നുള്ളൂ, രണ്ടുപേര് ഗൾഫിലായിരുന്നു കേട്ടോ. പിന്നെ ഇത് അമ്മാമ്മയും അപ്പൂപ്പനുമാണ്. അതുപോലെ തന്നെ ഇത് മാമനും മാമിയും 2 മക്കളുമാണ്. അമ്മയുടെ സഹോദരനാണ്. പിന്നെ ഇത് എൻ്റെ അപ്പച്ചിയും മാമനുമാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് എൻ്റെ ഇളയ കൊച്ചിൻ്റെ ഭാര്യയാണ് കേട്ടോ. പിന്നെ വരുന്നത് ഇത് ഞാൻ തലേ ദിവസം ഒരുങ്ങിയ ഒരു ലുക്കാണ്. പിന്നെ ഇത് ഞാൻ പിറ്റേന്ന് രാവിലെ കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ഞാൻ വിളക്കൊക്കെ കത്തിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. എല്ലാവരും കാലൊക്കെ തൊട്ട് തൊഴുതിട്ട് ഇറങ്ങുകയാണ്. എൻ്റെ അഴകാർന്ന മുടി നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്, അപ്പോൾ അതൊന്നും ഇല്ല. പിന്നെ ക്യൂ ആയിരുന്നു കേട്ടോ, കാല് തൊട്ട് തൊഴുവാൻ വേണ്ടിയിട്ട്. ഇതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന്, ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പടി ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. അത് കാണുമ്പോൾ ഇപ്പോഴും കണ്ണ് നിറയാറുണ്ട്. പിന്നെ ചേട്ടനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ, എതിരേൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ചേട്ടൻ്റെ വീട്ടിലെ ബന്ധുക്കളൊക്കെയാണ്. പിന്നെ ഇത് എൻ്റെ വീട്ടിൽ എൻ്റെ മാമനും മാമിമാരും. പിന്നെ താലപ്പൊലി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുന്നുകളൊക്കെ ഉണ്ട്. പണ്ട് കാലത്ത് താലപ്പൊലി എടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ക്യൂ തന്നെ വരും താലപ്പൊലിയുടെ കാര്യം പറയുമ്പോൾ തന്നെ. അങ്ങനെ ഇപ്പോൾ ഇവരെല്ലാവരും നല്ല വലുതായി സുഹൃത്തുക്കളെ. ഇപ്പോൾ നമുക്കിതിൽ കാണുമ്പം എല്ലാവരും ചെറിയ പിള്ളേരാണ്. ഇപ്പോഴും നമ്മുടെ മനസ്സിനകത്തവരൊക്കെ ചെറുത് തന്നെയാണ്. പിന്നെ ഇത് അപ്പൂസും പപ്പൂസുമാണ്. അപ്പൂസും പപ്പൂസാണ് എതിരേറ്റുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതാണ് ചേട്ടനെ എതിരേറ്റുകൊണ്ട് വന്നിട്ടുണ്ട്, ബൊക്കെയൊക്കെ കൊടുത്ത്. അതിനുശേഷം ഇതാണ് ഞങ്ങളുടെ സദസ്സിലെ ആൾക്കാർ. എനിക്കൊരു ആൽബം ഉണ്ടെന്നുള്ളത് എനിക്ക് എൻ്റെ കല്യാണ ആൽബത്തിലൂടെ അല്ലെങ്കിൽ കല്യാണത്തിലൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ആൽബമുള്ള ഒരു കുട്ടിയാണ് ഞാനെന്ന്. പിന്നെ ഇത് ഞാൻ ഒരുങ്ങുന്ന സമയത്ത് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ബ്യൂട്ടീഷ്യനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി തന്നെയാണ് എന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, എൻ്റെ വ്ളോഗിലൂടെ കണ്ടിട്ടായിരിക്കും. ആര്യ അവളുടെ അമ്മയാണ്. അന്ന് ആ ചേച്ചി തന്നെയാണ് ഒട്ടുമിക്ക എല്ലാവരെയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ആ ടൈമിലൊക്കെ. പിന്നെയാണ് ബ്യൂട്ടീഷ്യനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അന്നത്തേക്ക് ഏറ്റവും നല്ല മേക്കപ്പുകളിൽ ഒന്നായിരുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇത് ആതിര, പൊന്നു, കാർത്തു, വീണ, ചാരു, ദേവു എല്ലാവരും ഉണ്ട് കേട്ടോ. ചാരുവിനെ കാണുമ്പോൾ പിന്നെ എനിക്ക് എന്നും ഒരു കുട്ടിത്തം തോന്നാറുണ്ട് ചാരുവിനെ കാണുമ്പോഴത്തേക്കും. അങ്ങനെ ഇത് വീണയാണ് കേട്ടോ, വീണക്കുട്ടി. ഇപ്പോൾ ബാംഗ്ലൂർ നഴ്സിങ്ങിന് പഠിക്കുകയാണ് കുട്ടിക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പൊന്നുണ്ട്, പൊന്നുവിനൊരു യൂട്യൂബ് ചാനലുണ്ട്. കാർത്തുണ്ട്, അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. ദേവു പഠിക്കുകയാണ്, ആതിര കല്യാണമൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് അറിയാമല്ലോ കാര്യങ്ങളൊക്കെ. ഇതെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അമ്മയാണ് സുഹൃത്തുക്കളെ. പിന്നെ ഇത് ആര്യയാണ്, ഗായത്രി ഉണ്ട്. ആര്യനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എൻ്റെ വീഡിയോയിലൊക്കെ കാണുന്നുണ്ട്. ഇവിടെ അമ്മയാണ് എന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ വല്യമ്മയും പിന്നെ എന്നെ ഒരുക്കിയ ചേച്ചിയും ആര്യയുടെ അമ്മ. പിന്നെ എൻ്റെ മാമിയും അപ്പച്ചിയൊക്കെയാണ് കേട്ടോ. പിന്നെ ഇത് ശാലു, അശ്വതി, ഞങ്ങളുടെ കസിൻസാണ്. എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് വളർന്നവരാണ് ഞങ്ങളുടെ നാട്ടിൽ.
പിന്നെ ഇതെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അനിയത്തിയാണ്. അവൾക്ക് ഒന്ന് ഒരുങ്ങാനൊന്നും ടൈം കിട്ടിയിട്ടില്ല, കാരണം അവളെ പ്രായം അന്ന് അത്രയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴൊക്കെ ആണെങ്കിൽ അവൾ വേറെ ലെവലിലായിരുന്നു. ഇതെൻ്റെ അമ്മയും അച്ഛനുമാണ്. ഇവരെ കാണുമ്പോൾ ഇപ്പോഴും എനിക്ക് കണ്ണ് നിറയാറുണ്ട് സുഹൃത്തുക്കളെ. അതൊരു വേറൊരു ഇമോഷണലാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കസിൻസിൽ. ഒരുപാട് പേരൊന്നും ഈ ഫോട്ടോയിൽ ഇല്ല കേട്ടോ. കുറച്ച് പേരൊക്കെ അന്ന് വന്നിട്ടുള്ളവർ കുറച്ച് പേരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് എൻ്റെ ഫ്രണ്ട്സാണ്. പിന്നെ ഇതാണ് എൻ്റെ ചേട്ടത്തിയും നാത്തൂനും. നീല കളർ സാരി ഉടുത്തിരിക്കുന്നത് ചേട്ടത്തിയും, ചുമന്ന കളർ സാരി ഉടുത്തിരിക്കുന്നത് നാത്തൂനുമാണ് കേട്ടോ. പിന്നെ ഇത് എന്നെ പഠിപ്പിച്ച ഒരു സാറാണ്. ആ ടൈമിൽ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സാറാണ്. സാറ് കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്തൊക്കെയോ ചടങ്ങുകളാണ് സുഹൃത്തുക്കളെ, ഇതൊന്നും എനിക്കറിയത്തില്ല. മന്ത്രകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന അങ്ങനെ എന്തൊക്കെയോ ചടങ്ങുകളാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കരുത്. എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിയത്തില്ല. പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഓരോ ആചാരങ്ങളാണല്ലോ. പിന്നെ ഇത് ചേട്ടനാണ്. ചേട്ടൻ പിന്നെ എല്ലാവരുടെയും കാലിൽ തൊട്ട് തൊഴുകുന്ന ഒരു സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ചേട്ടൻ മണ്ഡപത്തിലേക്ക് കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അളിയൻ ചേട്ടന് മന്ത്രകോടി കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ എല്ലാവരുടെയും കാലിലൊക്കെ തൊട്ട് തൊഴുവാണ്. ചേട്ടൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും അങ്ങനെയൊക്കെ കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും കാലിലൊക്കെ തൊട്ട് തൊഴുത് എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി ഞങ്ങൾ മണ്ഡപത്തിലേക്ക് കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു താലി കെട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ താലി കെട്ടാൻ വന്നിരിക്കുമ്പോൾ പിന്നെ കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ആ ശുഭമുഹൂർത്തത്തിലേക്ക് കടക്കുകയാണ്. പിന്നെ ഇതാ താലികെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാരമൊക്കെ ഇട്ട്, പിന്നെ മാലയൊക്കെ ഇട്ട്, മോതിരമൊക്കെ ഇട്ട്. മോതിരം മാറണ ചടങ്ങ് ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. മുമ്പ് നിശ്ചയ സമയത്ത് ചേട്ടൻ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കല്യാണ സമയത്താണ് മോതിരം അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ചടങ്ങുകളൊക്കെ എല്ലാം കഴിഞ്ഞു. പിന്നെ ഞങ്ങളിതാ സിന്ദൂരം ഇടുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു കേട്ടോ. സിന്ദൂരമൊക്കെ ഇട്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട മനോഹരമായൊരു നിമിഷമാണല്ലോ നമ്മുടെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തുന്നത്. നമ്മൾ മരിക്കുന്ന കാലത്തോളം വരെയും അത് നമ്മുടെ നെറ്റിയിൽ ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പിന്നെ ഇതാ കല്യാണമൊക്കെ കഴിഞ്ഞ് എൻ്റെ അച്ഛനും അമ്മയും ആഗ്രഹിച്ച പോലെ ഒരാളുടെ കയ്യിൽ പിടിച്ച് കൊടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. അവരുടെ ആ ഒരു മുഖം കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കരച്ചിൽ വരാറുണ്ട്. പിന്നെ ഇത് ചേട്ടൻ്റെ അമ്മയും അച്ഛനുമാണ്. പിന്നെ ഇതിൽ ചേട്ടൻ്റെ ബന്ധുക്കളും ഞങ്ങളും എല്ലാവരും കൂടെ അടങ്ങുന്ന കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ചേട്ടനും ചേട്ടത്തിയുമാണ്. പിന്നെ ഇത് ചേട്ടൻ്റെ ബന്ധുക്കളാണ്, അപ്പച്ചിയൊക്കെ ഉണ്ട്. പിന്നെ ഇത് ചേട്ടൻ്റെ അപ്പച്ചിയുടെ മക്കൾ, വലിയച്ഛൻ്റെ മക്കളും അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഇവരൊക്കെ ചേട്ടൻ്റെ ബന്ധുക്കളാണ് കേട്ടോ. ചേട്ടൻ്റെ അപ്പച്ചിയുടെ മക്കളൊക്കെയാണ്, അപ്പച്ചിയും അപ്പച്ചിയുടെ മക്കളും ഒക്കെയാണിത്. പിന്നെ നാത്തൂനും നാത്തൂൻ്റെ കുടുംബവും ഉണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരുടെ ഫാമിലിയും നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ടൈം അനുസരിച്ച് എല്ലാവരെയും നിർത്തി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഫോട്ടോയിൽ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. ഒരുപാട് എൻ്റെ കല്യാണത്തിന് പിറകിൽ നിന്ന് കഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. എൻ്റെ കുട്ടമ്മാമ എല്ലാവരും ഉണ്ട്. അവരെയൊന്നും ഫോട്ടോയിൽ വന്നിട്ടില്ല അവരാരും. അതായത് എൻ്റെ കല്യാണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊന്നും ഈ ഫോട്ടോയിൽ വന്നിട്ടില്ല. അതിലെനിക്ക് ഒരുപാട് വിഷമമുണ്ട്. എൻ്റെ കുഞ്ഞമ്മ വന്നിട്ടില്ല. കുഞ്ഞമ്മമാരൊന്നും മിക്കുള്ളവരും ഈ ആൽബത്തിലില്ല. അതൊക്കെ എടുത്ത് പറയേണ്ട കാര്യങ്ങളാണ്. ഒരുപാട് പേരും ഇല്ല ഇതിനകത്ത്, ഈ ആൽബത്തിനകത്ത്. അങ്ങനെ പിന്നെ മണ്ഡപത്തിൽ വെച്ച് പിന്നെ പാലും പഴമൊക്കെ കുടിച്ച് അതൊക്കെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ചടങ്ങുകളൊക്കെ അവസാനിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇതാണ് എൻ്റെ സെറ്റും മുണ്ടും. സെറ്റ് മുണ്ടിലിരുന്നാണ് ഞങ്ങൾ ചോറൊക്കെ കഴിക്കുന്നത് കേട്ടോ. സെറ്റ് മുണ്ട് കൊടുത്തിട്ടൊക്കെ കഴിഞ്ഞ് ചോറ് കഴിക്കുന്നത്. അങ്ങനെ ചോറൊക്കെ കഴിച്ച് പിന്നെ അതാ തിരികെ പോകാനായിട്ടുള്ള ഒരു സമയമായിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് എൻ്റെ കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അച്ഛനും അമ്മയും ദീർഘനിശ്വാസത്തോടു കൂടി ആയിരിക്കും, അല്ലെങ്കിൽ പല ടെൻഷനോടു കൂടി ആയിരിക്കും എന്നെ കൈപിടിച്ച് ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ സമാധാനപരമായിട്ട് സന്തോഷപരമായിട്ട് എൻ്റെ ജീവിതം നയിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയുമാണെന്ന് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റും സുഹൃത്തുക്കളെ. അങ്ങനെ 2013 സെപ്റ്റംബർ 1 ആ ഒരു ഞായറാഴ്ച ശുഭമുഹൂർത്തത്തിൽ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ചേട്ടൻ എന്നെ വിതിരയിലേക്ക് കൊണ്ടുപോയി. ഇതിലെ ഓരോ താളുകൾ മറിക്കുമ്പോഴും ഇതൊരു വിവാഹ ആൽബം മാത്രമല്ല, ഞങ്ങളുടെ ജീവിതയാത്രയുടെ ആദ്യ അധ്യായം കൂടിയാണ്. ഈ ഓർമ്മകൾ എന്നും ഞങ്ങളുടെ ഹൃദയത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കും. ഗൈസ്, അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമന്റ്സിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.